നമസ്കാരം. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കുന്നത് കേരള നവോത്ഥാനം. കമ്പനി ബോർഡ് LGSൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കുമായിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ മെമ്പറാവുക. VFAയുടെ ഡിഗ്രി മെയിൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് പോകുന്നത്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. കേരള നവോത്ഥാനം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ദുരവസ്ഥ എന്ന കൃതി രചിച്ചതാരാണ്? കുമാരനാശാനാണ് ദുരവസ്ഥ എന്ന കൃതി രചിച്ചത്. അപ്പോൾ SCRTയിലുള്ള പോയിന്റുകളൊന്ന് പറഞ്ഞതാണ്. നമുക്കിനി ഓരോ നവോത്ഥാന നായകർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് നോക്കാം. PSC ചോദ്യം ചോദിക്കുന്ന ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് ഇതിൽ നിന്നും ഒരു 2 or 3 മാർക്ക് ഷുവറാണ്. ആദ്യം തന്നെ വൈകുണ്ഠ സ്വാമികൾ. ജനിക്കുന്നത് ശാസ്താംകോവിലാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം, ആരാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്ന് വിശേഷിപ്പിച്ചു. ഇതെല്ലാം ആരാണ്? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് സമത്വ സമാജം എന്ന സംഘടന ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ ജനനം. മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം. അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ. ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നത് സർവവിദ്യാധിരാജ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളും വളരെ പ്രധാനപ്പെട്ടതാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. അടുത്തത് ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുവിൻ്റെ ജനനം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ചട്ടമ്പി സ്വാമികളുടേതുപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവാണ്. പുളികുടി, തിരണ്ടു കല്യാണം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP അല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇത്രയും അറേഞ്ച് ചെയ്തേക്കുന്ന ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ SCRT ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തത് അയ്യങ്കാളി. ജനിച്ചത് വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എന്ന് പറയുന്നത്. അതുപോലെ കല്ലുമാല സമരം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പെരിനാട് ലഹള. VFAയുടെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് പറഞ്ഞത്. കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. ഊരൂട്ടമ്പലം ലഹള, പെരിനാട് ലഹള, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലും അയ്യങ്കാളി തന്നെയാണ്.
അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അധസ്ഥിതർക്ക് വേണ്ടി അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ചു. ഏത് വർഷമാണ്? 1904 അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാലയം ആരംഭിച്ചതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അടുത്ത് നോക്കുന്നത് വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്ന സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ചാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചു. വക്കം മൗലവിയുടെ പ്രധാന മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം തുടങ്ങിയവ. മുസ്ലിമും അൽ ഇസ്ലാമും മാസികകളാണ്. ഈ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും അത് വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ഈ സ്വദേശാഭിമാനി പത്രം കണ്ടുകിട്ടുന്നു. പിന്നീട് 1910 സ്വദേശാഭിമാനി പത്രം കണ്ടുകിട്ടുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. ജനിച്ചത് എവിടെയാണ്? ഇരവിപേരൂർ. പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ ജനിച്ചത്. പൊയ്കയിൽ കുമാരഗുരു തന്നെയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഒന്നാം ലോകയുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാരഗുരുദേവനാണ്. ഒന്നാം യുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ കുമാരഗുരുദേവനാണ് നയിച്ചത്. എവിടം തൊട്ട് എങ്ങോട്ടാണ്? മാരംകുളം തൊട്ട് കുളത്തൂർ കുന്നുവഴിയാണ് യുദ്ധവിരുദ്ധ ജാഥ നടന്നത് എന്ന് അറിയണം. ഇനി മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദനാണ്. മലബാറിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തോൽവിറക് സമരം നടന്ന ജില്ല എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. മേച്ചിൽ പുല്ല് സമരം നടന്നത് കണ്ണൂർ കണ്ടകൈ ഗ്രാമത്തിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത്. മേച്ചിൽ പുല്ല് സമരം നയിച്ച വനിതാ നേതാവാണ് കണ്ടകൈ കുഞ്ഞാക്കാമ്മ. മേച്ചിൽ പുല്ല് സമരം നയിച്ച വനിതാ നേതാവാണ് കണ്ടകൈ കുഞ്ഞാക്കാമ്മ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. ഋതുമതി. പ്രേംജി എന്നറിയപ്പെടുന്നത് MB ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലമാണ്. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. എന്താണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നു. അരയ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ന്യൂ SCERT ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കമ്പനി ബോർഡ് LGS മെയിൻസിന് മുമ്പായിട്ട് സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നോട്ട്സ് ഷെയർ ചെയ്ത് തന്നേക്കാം. താങ്ക്